അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രണ്ട് ഖസ്ലത്തുകൾ ഒരു മുഅ്മിനായ അടിമ അത് മുഹാഫളത്ത് നടത്തിയാൽ, പതിവായി ചെയ്താൽ, ഇല്ലാ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പോവാതിരിക്കില്ല. അത് പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, അത് വളരെ ലളിതമാണ്, പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും വളരെ കുറവാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യുസബ്ബിഹു ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 10 വയഹ്മദു 10 വയുകബ്ബിറു 10. 10 തവണ മാത്രം സുബ്ഹാനല്ലാഹ് എന്ന് 10 തവണ, അൽഹംദുലില്ലാഹ് 10 തവണ, അല്ലാഹു അക്ബർ 10 തവണ. പ്രവാചകൻ ചോദിച്ചു, 5 വക്തിൽ ഇങ്ങനെ 10 തവണ പറഞ്ഞാൽ എത്രയുണ്ടാകും? പ്രവാചകൻ പറഞ്ഞു, 150, 150. ആ 150 അതെന്താണ്? ഫിൽ ലിസാൻ, നാവിൽ 150 ഉള്ളൂ. പക്ഷേ ഫിൽ മീസാൻ 1500, 1500 പുണ്യമാണ്. 1500 പുണ്യം. ശേഷം പ്രവാചകൻ പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇത് 33 തവണ, അല്ലാഹു അക്ബർ 34 തവണ. പ്രവാചകൻ പറഞ്ഞു 100 തവണ നാവിൽ, എന്നാൽ മീസാനിൽ അത് 1000 ടോട്ടൽ. പ്രവാചകൻ പറഞ്ഞു 2500. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അയ്യുക്കും യഅമലു ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ 2500 സയ്യിഅ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദിവസം 2500 പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. 2500 പാപങ്ങൾ ഒരു ദിവസം ചെയ്യാൻ കഴിയുമോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളൊക്കെ 10 തവണ ഇതേപോലെ ചൊല്ലുന്നതിലൂടെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ആ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ പറഞ്ഞല്ലോ അത് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് പ്രവർത്തിക്കുന്നവർ കുറവാണെന്ന്, എന്താണ് കാരണം? പ്രവാചകൻ പറഞ്ഞു, യഅതി അഹദുകുമുശ് ശൈത്താൻ. ഇത് ചൊല്ലൽ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഒരു ശൈത്താൻ വരും, ഫീ മനാമി, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഫയുനവ്വിമുഹു ഖബ്ല അൻ യഖൂലഹാ, അത് പറയുന്നതിന് മുമ്പ് അവനെ മറ്റു ചിന്തകളിലാക്കി അവനെ ഉറക്കിക്കളയും. അല്ലെങ്കിൽ യഅതി ഫീ സ്വലാത്തി, നമസ്കാരത്തിലേക്ക് വരും, എന്നിട്ട് ഫയുദക്കിറുഹു ഹാജത്തൻ, ഒരാവശ്യം അവന്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തും. അങ്ങനെ വയഖൂമു ഖബ്ല അൻ യഖൂലഹാ, അത് പറയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകും. എഴുന്നേൽക്കുന്ന ആവേശം കണ്ടാൽ വിചാരിക്കും എന്തോ തീപിടിച്ച പണി എടുക്കാനുണ്ട് എന്ന്. എന്നാൽ പുറത്തിറങ്ങിയാൽ ഒന്നെങ്കിൽ അവിടെ എവിടെയോ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകും, സംസാരിച്ചു നിൽക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുന്നുണ്ടാകും. അങ്ങനെയൊക്കെയാണ് പിശാച് നിങ്ങളിൽ നിന്ന് ആ നന്മയെ തട്ടിയെടുക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. Download Moj.